ഹായ് ഒരു വെൽക്കം ബാക്ക്. 14ാമത്തെ ആഴ്ചയായിരുന്നു ഞാൻ ഇതേപോലെ നിങ്ങളുമായിട്ട് ഒരു സൺഡേയിൽ പ്രീവിയസ് എൻ്റെ വീക്ക് എങ്ങനെയാണ് പോയത് അതിൻ്റെ വെരിഫൈഡ് ചെയ്യാൻ നിങ്ങളുമായിട്ട് കാണിച്ച് ഒരു വീഡിയോ ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിലും പക്ഷേ ട്രേഡിങ് അത്ര എളുപ്പമുള്ള ഒരു കാലഘട്ടമല്ലായിരുന്നു ഞാൻ നിങ്ങളുമായിട്ട് ഇതേപോലെ ഡിസ്കഷന് വന്നിരിക്കുന്ന ഒരു കാലഘട്ടം. വളരെ ടഫായിരുന്നു. മാർക്കറ്റ് കണ്ടീഷൻസ് വളരെ ഡിഫിക്കൽട്ടാണ് ട്രേഡ് ചെയ്യുന്നവർക്ക്. സോ അത് ശ്രദ്ധിച്ച് വേണം ഓരോരുത്തരും ട്രേഡിങ്ങിലേക്ക് കടന്നു വരാനും. ഇപ്പം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യാൻ. ലാസ്റ്റ് വീക്കിലെ 2 ദിവസത്തെ പ്രൈസ് ആക്ഷൻസ് മാത്രം നോക്കിയാൽ മതി നിങ്ങൾക്ക് എന്തുമാത്രം ടഫറാണ് ഈ മാർക്കറ്റ് എന്ന് മനസ്സിലാക്കാനായിട്ട്. ഒന്ന് ട്യൂസ്ഡേ, മറ്റേത് ഫ്രൈഡേ. സോ ഗൈസ്, ഈ 2 ദിവസത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയായിരിക്കും മാർക്കറ്റ് എന്ന്. ഒരു മാസം ഗ്രാബ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഫിറ്റ് ഒക്കെ ഒറ്റ ദിവസത്തെ പ്രൈസ് ആക്ഷൻ കൊണ്ടൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട് മാർക്കറ്റിന് സാധിക്കും. സോ ഇതിനൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയായിരിക്കും, പ്രോഫിറ്റ് എടുക്കുക എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിന് ഒരു നിരന്തര പ്രോസസ്സാണ്. പക്ഷെ ഒരു വലിയ ലോസ് വരാൻ നേരം, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ബാഡ് ഡേ വരാൻ നേരം ആയിരിക്കും നിങ്ങളുടെ ഒരു 10-15 ദിവസം കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രോഫിറ്റ് ഒറ്റയടിക്ക് മാർക്കറ്റ് എടുത്തുകൊണ്ട് പോകുന്നത്. എല്ലാ ട്രേഡേഴ്സിനും സംഭവിക്കുന്ന കാര്യമാണ്. ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നും നിങ്ങൾ ഏത് ട്രേഡിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് അതിലേക്ക് ഈ ഒരു കാര്യം കൂടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ ലോങ് ടേമിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ടെലിഗ്രാം ചാനൽ അത് നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ട് കേട്ടോ. പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും നമ്മളുടെ ടെലിഗ്രാം ചാനൽ എപ്പോഴും വന്ന് ജോയിൻ ചെയ്യുന്നത്. കാര്യം ഒരു പ്ലാറ്റ്ഫോമിൽ കാണുന്ന ഒരു വീഡിയോസോ കാര്യങ്ങളോ കണ്ടിട്ട് അവിടെ നിന്ന് അടുത്തൊരു പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. ഞാൻ അതിനെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് കേട്ടോ. ടെലിഗ്രാം ചാനൽ നല്ല രീതിയിലാണ് ഗ്രോ ചെയ്യുന്നത്. യൂട്യൂബിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ സബ്സ്ക്രൈബേഴ്സോ ഫോളോവർ കൗണ്ടോ ഞാൻ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. പക്ഷേ എൻ്റെ ടെലിഗ്രാം ചാനലിലേക്ക് വരുന്ന ഓരോ കൗണ്ടും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരാണ് നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വന്ന് ചേരുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഡെഫിനറ്റ്ലി ട്രേഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും. എന്താണോ അവരൊരു നല്ല ട്രേഡറാക്കി മാറ്റാൻ വേണ്ടത്, അവരുടെ ക്യാപിറ്റലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എങ്ങനെ ഒരു നല്ല ട്രേഡറായി മാറാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വളരെ പെട്ടെന്ന് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സോർട്ട് ചെയ്ത് തരാം. ഇച്ചിരി ടൈം കൺസ്ട്രെയിൻസ് ഉണ്ട്. ട്രേഡിങ് മാത്രമല്ല കേട്ടോ ചെയ്യുന്നത്, ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പോൾ ബിസിനസ് അവേഴ്സിൽ ഞാൻ ഓഫീസിൽ വരുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സമയമുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ഞാൻ കൂടുതലും ട്രേഡിങ് ആക്ടിവിറ്റീസ് നടത്തുന്നത്. അതേപോലെ തന്നെ വേറെ 3 അക്കൗണ്ട്സും കൂടെ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ ഓപ്പൺ ആണ്. പക്ഷെ വേറെ 3 വലിയ അക്കൗണ്ട്സും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കുറേയൊക്കെ ടൈറ്റാണ്. ചില ദിവസമൊക്കെ ട്രേഡിങ് കഴിയാൻ നേരം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ലാസ്റ്റ് ഡേ ഫ്രൈഡേ തലയൊക്കെ പൊട്ടിപ്പോകുന്നത് പോലെ തന്നെ നമുക്ക് തോന്നും. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് എൻഗേജ് ചെയ്യാനായിട്ടുള്ള ഒരു സമയവും സന്ദർഭവും എനിക്ക് ചില സാഹചര്യങ്ങളിൽ കിട്ടാറില്ല. പിന്നെയും ബിസിനസിൻ്റെ ആക്ടിവിറ്റീസുമായിട്ട് തന്നെ ഇരിക്കേണ്ടതായിട്ട് വരും. അതാണ് എനിക്ക് കുറച്ച് സമയം കൂടെ തരണം. അതിനുള്ളിൽ തന്നെ ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം സോർട്ട് ചെയ്ത് നമ്മളുടെ കൃത്യമായിട്ടുള്ള സ്റ്റഡിങ് ഇംപ്ലിമെൻറ്റേഷൻ്റെ കാര്യങ്ങളിലോട്ട് പോയി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട ഡെഫിനറ്റ്ലി ഹെൽപ്പ് ഞാൻ എൻ്റെ ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പുവരാം. ഒരു കാര്യം കൂടെ പറയാനായിട്ടുള്ളത്, ടെലിഗ്രാമിൽ ഇൻഡിവിജ്വൽ മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഒട്ടുമിക്ക എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം, പേഴ്സണലി ട്രേഡ് ചെയ്യുന്ന സമയത്ത് അവരെ ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ളതാണ്. പേഴ്സണലി ഓരോരുത്തർക്കും കാര്യങ്ങൾ പറഞ്ഞു തരിക, ഓരോ ട്രേഡ് എടുക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓരോരുത്തർക്കും എങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് നമ്മൾക്ക് പഠിക്കാം. ലിറ്ററലി ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാൻ കിട്ടും. ഒരു പ്രശ്നമില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാം. ഡെഫിനറ്റ്ലി അത് സോർട്ട് ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ തുടങ്ങി വെച്ച കാര്യം ഞാൻ അവസാനിപ്പിക്കുമെന്ന് ഞാൻ ഇപ്പോഴേ നിങ്ങൾക്ക് ഉറപ്പ് തരാം. സോ എനിക്ക് കുറച്ചും കൂടെ സമയം തന്നെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഇടയിൽ സോർട്ട് ചെയ്യാനായിട്ട്. സോ അതെല്ലാം സോർട്ട് ചെയ്തതിന് ശേഷം ഡെഫിനറ്റ്ലി ഒരു ബെറ്റർ കമ്മ്യൂണിറ്റി നമ്മൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ ഡോണ്ട് എവർ വറി അബൌട്ട് ദാറ്റ്. വിൽ ബി ഡൂയിങ് ബെറ്റർ തിങ്സ് ഇൻ ദ കമ്മിങ് ഡേയ്സ്. ഇനി സ്ക്രീനിലേക്ക് പോയതിനു ശേഷം ലാസ്റ്റ് 5 ദിവസം എങ്ങനെയാണ് ട്രേഡ് ചെയ്തത്, പ്രോഫിറ്റിലായിരുന്നു ഓരോ ദിവസവും എൻഡ് ചെയ്തത്, ലോസിലായിരുന്നോ എന്ന് നമ്മൾക്ക് നോക്കാം. നെക്സ്റ്റ് വീക്ക് ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. February 1 ബഡ്ജറ്റ് അനൗൺസ് ചെയ്യുന്നത്. സോ സാറ്റർഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീക്ക് വരെയുള്ള എക്സ്പയറീസിലെ ഞാൻ പൊസിഷൻസ് എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഒന്നും ഞാൻ മൺഡേയിലേക്കോ അതിന് ശേഷമുള്ള ഒരു എക്സ്പയറിയിലേക്ക് ഞാൻ എൻ്റെ പൊസിഷൻസ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നില്ല. എന്ത് വേണേലും ബഡ്ജറ്റിന് ശേഷം സംഭവിക്കാവുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ്. സോ മൺഡേ മോർണിംഗ് വിൽ ഗെറ്റ് ഗുഡ് പ്രീമിയംസ്. അതുകൊണ്ട് തന്നെ ഈ ഫ്രൈഡേയോ തേഴ്സ്ഡേയോ ഒന്നും എടുക്കത്തില്ല.
ഐ വിൽ ബി ടേക്കിംഗ് ഓൺലി ഓൺ നെക്സ്റ്റ് മൺഡേ, മേ ബി ഓൺ 3rd of February മാത്രമേ പിന്നെ ട്രേഡിങ് റീകൂപ്പ് ചെയ്യത്തുള്ളൂ എന്ന് ഞാൻ ഇപ്പോഴേ അറിയിച്ചോളാം. ലാസ്റ്റ് വീക്ക് ഏകദേശം 10,000 റുപ്പീസിനടുത്താണ് റിയലൈസ്ഡ് പ്രോഫിറ്റ് ആയിട്ട് എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ ഏൺ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇതിൻ്റെ വെരിഫൈഡ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ അധികം നിങ്ങളുടെ സമയം ഞാൻ കളയുന്നില്ല. ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ സ്ക്രീൻ. ഗൈസ്, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ലാസ്റ്റ് 5 ദിവസത്തെ ട്രേഡിംഗ് ഡേയ്സ് ആയിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് കാണാം, CPR ഇൻഡിക്കേറ്റർ. ഡെഫിനറ്റ്ലി ഇതിനെ പറ്റിയൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. മൺഡേ എന്താണെന്ന് സംഭവിച്ചതെന്ന് നോക്കാം. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു മൺഡേ ട്രേഡ് ചെയ്യാനായിട്ട്. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു 100 പോയിന്റ്സിന്റെ. പെട്ടെന്ന് തന്നെ മാർക്കറ്റ് 130 പോയിന്റ്സ് താഴത്തോട്ട് വീഴുന്നു. ഈ CPRൽ ടച്ച് ചെയ്തതിന് ശേഷം മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ആവുന്നുണ്ട്. ഏകദേശം എത്ര പോയിന്റിന്റെ റിവേഴ്സൽ മൂവ്മെന്റ് ആയിരുന്നു? 176 പോയിന്റ്സ് ആണ് ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് കയറി പോകുന്നത്. സോ അതിനുശേഷമാണ് ഒരു കൺസോൾട്ടേഷൻ തന്നത്. ഇവിടെ ഈ ഒരു പോയിന്റ് വരെ ഞാൻ മാർക്കറ്റിൽ ലോസിൽ ആയിരുന്നു നിന്നത്. ഈ ഒരു കൺസോൾട്ടേഷൻ കിട്ടിയതിന് ശേഷമാണ് ഇന്നത്തെ ദിവസം ബ്രേക്ക് ഈവനിൽ എൻഡ് ചെയ്യാനായിട്ട് സാധിച്ചത്. സോ നിങ്ങൾ കാണുന്ന തന്നെ ഈ ഒരു പൊസിഷൻ വരെ ഞാൻ ലോസിലായിരുന്നു. അതിനുശേഷം ബ്രേക്ക് ഇവനിലേക്ക് ഇന്നത്തെ ആ ഒരു പർട്ടിക്കുലർ ഡേയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്, മൺഡേയിലെ മാത്രം കാര്യമാണ് പറയുന്നത്. ബ്രേക്ക് ഇവനിലേക്ക് ഈ ഒരു ഫേസിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിച്ചത്. അപ്പോഴും നിങ്ങൾക്ക് CPR ലെവലിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ CPR ലെവലിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ്സ് ഏകദേശം 400 രൂപയായിരുന്നു തോന്നുന്നു. അതിന് പ്രോഫിറ്റിലായിരുന്നു ഈ ദിവസം. ട്യൂസ്ഡേയിലെ ചാർട്ടായിരുന്നു. ട്യൂസ്ഡേയിലേക്ക് വരാൻ നേരം ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഓൾമോസ്റ്റ് 100 പോയിന്റ്സിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ മാർക്കറ്റ് ഓപ്പൺ ആവുന്നു. അതിനുശേഷം ചെറിയൊരു കൺസോൾട്ടേഷൻ. പിന്നെ ഈ താഴത്തോട്ട് വരുന്ന മൂവ്മെന്റ് CPRനെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ കാണാം 300 പോയിന്റ്സിന്റെ ഫോൾ ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ കാണാം. തിരിച്ച് മാർക്കറ്റ് അതേ രീതിയിൽ 300 പോയിന്റ്സും കയറി പോകുന്നു. ചെറിയ മൂവ്മെന്റ് അല്ലായിരുന്നു, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഹെവി മൂവ്മെന്റ് ആണ് ഈ സംഭവിക്കുന്നത്. ഇത്രയും വോളറ്റൈൽ ആയതുകൊണ്ട് തന്നെ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും എല്ലാം ഈ സമയത്ത് ലോസിലേക്ക് പോകുന്നു. MTM ലോസിലായിരുന്നു കേട്ടോ. ഇവിടെ MTM ലോസിൽ നിൽക്കുന്നു. വീണ്ടും മാർക്കറ്റ് അതേപോലെ തന്നെ 350 പോയിന്റ്സ് മാർക്കറ്റ് താഴത്തോട്ട് വരുന്നു. ഒരാഴ്ച കൊണ്ട് തരേണ്ട മൂവ്മെന്റ്സ് ഓൾറെഡി ഒരു ഒറ്റ ദിവസം 12 മണി സമയത്തിനുള്ളിൽ തന്നെ മാർക്കറ്റ് തന്നു. ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് ഈ ദിവസം നടത്തിയത്. പക്ഷെ ഒന്നും വർക്കൗട്ട് ആവുന്നില്ലായിരുന്നു. മാർക്കറ്റ് ലെഫ്റ്റ് റൈറ്റ് ആൻഡ് സെന്റേഴ്സ് ഹിറ്റ് ചെയ്യുക തന്നെയായിരുന്നു. MTM ലോസിൽ തന്നെയായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം ചെറിയൊരു പോയിന്റിൽ തന്നെ ഏകദേശം 150 പോയിന്റ്സ് 10 മിനിറ്റ് താഴത്തോട്ട് വരുന്നു. 150 പോയിന്റ്സ് അതേപോലെ തന്നെ മേളിലോട്ട് പോകുന്നു. അത്രയും വോളറ്റാലിറ്റി. CPR ബ്രേക്ക് ചെയ്തതിനു ശേഷമാണ് വലിയ മൂവ്മെന്റ്. CPR ബ്രേക്ക് ചെയ്തിട്ട് മേളിലോട്ടും സഡൻ സ്പൈക്കും താഴത്തോട്ടും അതേ മൂവ്മെന്റ്സ് കാണാം. CPRൽ റെസിസ്റ്റൻസ് എടുത്തതിന് ശേഷം വീണ്ടും മാർക്കറ്റ് താഴത്തോട്ട് വീഴുന്നു. അതിനുശേഷം ഒരു ചെറിയ കൺസോൾട്ടേഷൻ. റിയലി ബാഡ് ഡേ ടു ട്രേഡിങ്. ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം അല്ലായിരുന്നു. ലോസ് ബുക്ക് ചെയ്ത ദിവസമാണ്. പക്ഷെ ലോസസ് ഞാൻ മാനേജ് ചെയ്ത് നിർത്തി. ഓൾമോസ്റ്റ് 9,000 റുപ്പീസിന്റെ അടുത്തായിരുന്നു ലോസ് ബുക്ക് ചെയ്തത്. പക്ഷെ നല്ല രീതിയിൽ മാനേജ് നിർത്താനായിട്ട് സാധിച്ചു. ആ ഒരു ദിവസം ലോസ് ബുക്ക് ചെയ്തതിൽ എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലായിരുന്നു. കാര്യം അത് അങ്ങനെ ഒരു ദിവസമായിരുന്നു. ലോസ് ബുക്കിംഗ് ഡേ തന്നെയായിരുന്നു. ഇനി വെനസ്ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അതേപോലെ തന്നെ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നു. അതിനുശേഷം ഒരു കൺസോൾട്ടേറ്റിംഗ് മാർക്കറ്റ് ആയിരുന്നു. ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ മാർക്കറ്റ് കുറച്ചധികം മൂവ് ചെയ്തിട്ടുണ്ട് 150 പോയിന്റ്സ്. പക്ഷെ തലേ ദിവസത്തെ മൂവ്മെന്റ് വെച്ച് നോക്കാൻ നേരം വളരെ ചെറിയൊരു മൂവ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഈ ഒരു ദിവസം മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ലെസ് വോളറ്റൈലാണ് മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നമ്മൾ പ്രോഫിറ്റിൽ എൻഡ് ചെയ്യും. ഞാൻ രാവിലെ തന്നെ തലേ ദിവസത്തെ ലോസും കാര്യങ്ങളും എല്ലാം റിക്കവർ ചെയ്തു പ്രോഫിറ്റിലാണ് ഇന്നത്തെ ദിവസം എൻഡ് ചെയ്തത്. ഇവിടെ 150 പോയിന്റ്സിന്റെ സ്വിങ് തന്നെങ്കിൽ കൂടി തലേ ദിവസത്തെ മൂവ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ പ്രീമിയംസ് വെർ ലിറ്ററലി ഹൈ. മാർക്കറ്റ് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തപ്പോൾ നമുക്ക് നല്ല ഡീക്കേ. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം ഈ ഒരു വെനസ്ഡേ നമുക്ക് പ്രോഫിറ്റിൽ എൻഡ് ചെയ്യാനായിട്ട് സാധിച്ചത്. ഇനി തേഴ്സ്ഡേയിലേക്ക് വരാൻ നേരം തേഴ്സ്ഡേ മാർക്കറ്റ് വലിയ മൂവ്മെന്റ്സ് ഒന്നും തന്നില്ല. ഇതേപോലെ ഒരു അപ്സൈഡ് പെട്ടെന്നുള്ളൊരു അപ്സൈഡ് മൂവ്മെന്റ് ആണ് രാവിലെ തന്നത്. അപ്പോഴും നിങ്ങൾക്ക് CPR ലെവലിന്റെ ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും. CPR സപ്പോർട്ട് എടുത്തതിന് ശേഷം മാർക്കറ്റ് തിരിച്ചു പോകുന്നു. അതിനുശേഷം ഒരു നല്ല കൺസോൾട്ടേഷൻ തന്നു. എന്തായിരിക്കും റിസൾട്ട്? വളരെ ചെറിയ പൊസിഷൻസെ മാറ്റി വെച്ചിട്ടുള്ളായിരുന്നു. ഈ ഒരു വോളറ്റാലിറ്റിയും ബഡ്ജറ്റും ഉള്ളത് കൊണ്ട് തന്നെയായിരുന്നു. സോ ഈ ദിവസം നമുക്ക് പ്രോഫിറ്റിൽ ഇറങ്ങാനായിട്ട് സാധിച്ചു. എത്ര റേഞ്ചിലാണ് ട്രേഡ് ചെയ്തത്?
50 പോയിന്റ്സിന്റെ റേഞ്ചിൽ ട്രേഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല DK കിട്ടി, നല്ല രീതിയിൽ പ്രോഫിറ്റും ബുക്ക് ചെയ്തതനുസരിച്ച്. വേറെ ഒന്നും സ്പെഷ്യൽ ആ ദിവസം ഇല്ലായിരുന്നു, ഗുഡ് DK ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളുടെ ഭാഗത്ത് നിന്ന് ആസ് എ ട്രേഡർ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാത്തൊരു ദിവസമായിരുന്നു. ഫ്രൈഡേയിലേക്ക് വരാൻ നേരം എൻ്റെ എല്ലാ അനാലിസിസും തെറ്റിപ്പോയ ദിവസമാണ്. എനിക്ക് ഒരു രീതിയിലുമുള്ള കൺട്രോളും ഈ ഒരു മാർക്കറ്റിൽ ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ. മാർക്കറ്റ് ഫസ്റ്റ് ഒരു നല്ല ഗ്രീൻ ക്യാൻഡിൽ ആയിരുന്നു. അതിനുശേഷം ഞാൻ നമ്മളുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, വളരെ കാമായിട്ടുള്ളൊരു ദിവസമായിരിക്കും, നിങ്ങൾ ആരും ബുദ്ധിമുട്ടണ്ട, സിറ്റ് ഡൗൺ ചെയ്യുക, റിലാക്സ് ചെയ്യുക, DK കളക്ട് ചെയ്തുകൊണ്ട് ഇരിക്കുക, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇന്നത്തെ ദിവസമൊന്നും. എൻ്റെ അനാലിസിസ് കംപ്ലീറ്റ്ലി റോങ്. താഴത്തേക്ക് മാർക്കറ്റ് വന്നു. സോ താഴത്തോട്ട് മാർക്കറ്റ് വന്നപ്പോൾ തന്നെ എൻ്റെ MTM ലോസിലോട്ട് പോയി. MTM ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ വരാൻ നേരം ലോസിലോട്ട് പോയി. സോ ഞാൻ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് മേലിൽ നിന്ന് കോൾ ഓപ്ഷൻസ് താത്തി വെക്കുന്ന സമയത്താണ് തിരിച്ച് ഈ ഒരു മൂവ്മെന്റ്. ഇവിടെയും ഞാൻ ഈ ഒരു സ്പോട്ടിലും ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു മൂവ്മെന്റ് ഉണ്ടാവത്തില്ല, കൺസോൾഡേറ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ആണുള്ളത്. പക്ഷെ മാർക്കറ്റ് റിയലി വെന്റ് എഗെയിൻസ്റ്റ് മീ. 250 പോയിന്റ്സിനോളം മേലോട്ട് പോയി. സോ ഇവിടെ വന്നപ്പോൾ ഞാൻ കരുതി ഈ ഒരു പോർഷനിൽ തന്നെ കൺസോൾഡേറ്റ് ചെയ്യാൻ പോകുകയെന്ന് കരുതി ഞാൻ ഗ്രൂപ്പിൽ ആ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്തു. പക്ഷെ മാർക്കറ്റ് വാസ് വെൽ എഗെയിൻസ്റ്റ് മീ. മാർക്കറ്റിന് ഒരു രീതിയിലും ഗ്രീനിൽ ട്രേഡ് ചെയ്യണമെന്നില്ലായിരുന്നു. 300 പോയിന്റ്സിന്റെ അടുത്ത് വീണ്ടും ഫോള് തന്നു. സോ എല്ലാ കാര്യങ്ങളും തെറ്റിപ്പോയൊരു ദിവസമായിരുന്നു. CPR ഇൻഡിക്കേറ്റർ നെവർ വർക്ക്ഡ്, ഒരിക്കലും വർക്ക് ചെയ്തില്ല. പ്രീമിയം DK ഇല്ലായിരുന്നു. അങ്ങനെ ഒരു രീതിയിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു. പക്ഷെ ഈ ഒരു ദിവസവും ജസ്റ്റ് ഞാൻ ഒരൊറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം, മാർക്കറ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാവുന്നത് കൊണ്ട് മാത്രം ഞാൻ പ്രോഫിറ്റിലേക്ക് പോയി. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എൻ്റെ എല്ലാ അനാലിസിസും തെറ്റിപ്പോയി, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. പക്ഷെ ഞാൻ എൻ്റെ ഒരു ബേസ് സ്കോറുണ്ട്. ട്രേഡ് ചെയ്യാൻ നേരം ഞാൻ ചെയ്യേണ്ടതും ഞാൻ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഒരു ബേസ് കോറിലിരുന്നായിരിക്കും ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ഇന്ന കാര്യങ്ങൾ മാത്രം എൻ്റെ ഏത് അനാലിസിസിന് എഗെയിൻസ്റ്റും എനിക്ക് തന്നെ ഞാൻ പെർമിഷൻ കൊടുത്തിട്ടുള്ളൂ. സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എൻ്റെ അനാലിസിസുകൾ തെറ്റിയാലും എനിക്ക് ആ ദിവസം പ്രോഫിറ്റിലേക്ക് പോകാനായിട്ട് സാധിക്കും. സോ ഇതാണ് ലാസ്റ്റ് 5 ഡേയ്സ് നടന്ന കാര്യങ്ങൾ. 3 ദിവസം വെനസ്ഡേയും തേഴ്സ്ഡേയും ഫ്രൈഡേയും നമ്മൾ പ്രോഫിറ്റിൽ ഇറങ്ങി. അതേപോലെ തന്നെ ട്യൂസ്ഡേ ലോസ് ആണ്, മൺഡേ ബ്രേക്ക് ഇവൻ ആണ്. വേണമെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയാം, പക്ഷേ ഐ ലൈക്ക് ടു കോൾ ഇറ്റ് എ ബ്രേക്ക് ഇവൻ ഡേ. സോ ഇങ്ങനെയാണ് ലാസ്റ്റ് 5 ഡേയ്സ് ട്രേഡ് ചെയ്യാനായിട്ട് സാധിച്ചത്. സോ വളരെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു വീക്കായിരുന്നു ട്രേഡ് ചെയ്യാനായിട്ട്. ഓൺലി എക്സ്പീരിയൻസ് കെപ്റ്റ് മീ ഇൻ ദ മാർക്കറ്റ്. വേറെ ഒരു ഘടകവും അല്ല, ഇത്രയും നാളത്തെ ട്രേഡ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെ ആണ് എന്നെ ഈ വീക്ക് പ്രോഫിറ്റിൽ ഇറങ്ങാനായിട്ട് സഹായിച്ചൊരു കാര്യം. പിന്നെ ഞാൻ ചെയ്യുന്ന അഡീഷണൽ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളും അതും എന്നെ ലിറ്ററലി ഹെൽപ്പ് ചെയ്തു. ഓരോ കാര്യങ്ങളും എനിക്ക് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് തരുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാര്യം ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഈ ഗ്രൂപ്പിലുള്ള ഇത്രയും മെമ്പേഴ്സ് ഉള്ളപ്പോൾ ഒരാൾ മിസ് ചെയ്താലും അയാൾ റീകോപ്പ് ചെയ്യാൻ ശ്രമിച്ചാലും ശരി, നിങ്ങളുടെ പൊസിഷൻസ് ലോസിലോട്ട് പോകും. ഞാൻ ഒരു ഓപ്ഷൻ സെല്ലറാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നേക്കഡ് ഓപ്ഷൻസ് ആണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഞാൻ ഹെഡ്ജസോ കാര്യങ്ങളോ ഒന്നും കീപ്പ് ചെയ്യാറില്ല. വളരെ ചെറിയൊരു ക്യാപിറ്റലായിരുന്നു ഞാൻ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു ഗ്യാപ്പ് ഡൗൺ വന്നു കഴിഞ്ഞാലും എനിക്ക് വളരെ മാനേജബിൾ ആയിട്ട് പോകുന്ന ഒരു ലോസ് എന്ന് പറയുന്നത് വളരെ മിനിമലായിരുന്നു. സോ ഐ ജസ്റ്റ് ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. ബാക്കിയുള്ള അക്കൗണ്ട്സിൽ എപ്പോഴും ഹെഡ്ജസും കാര്യങ്ങളും ഇല്ലാതെ ട്രേഡ് ചെയ്യാറില്ല. സോ ഞാൻ വളരെ നേക്കഡായിട്ട് ഇവിടെ പൊസിഷൻസ് എടുക്കുകയും നിങ്ങൾക്ക് ഹെഡ്ജസ് പറഞ്ഞു തന്നാൽ നിങ്ങളുടെ റിട്ടേണേയും ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളുടെ ടെലിഗ്രാം ചാനൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാത്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് കൺസിഡർ ചെയ്യുക. ഒന്നും മറക്കാതെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഞാൻ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ഗൈസ്, സീ യു യെറ്റ് അനദർ വീഡിയോ. ടേക്ക് കെയർ. ബൈ.